നമസ്കാരം മക്കളെ, സുഭാഷ് സാറാണ്. നമ്മുടെ +2 സേ ഇംപ്രൂവ്മെന്റ് എക്സാം നാളെയാണ്. എല്ലാവരും അടിപൊളിയായിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടോ? സാധാരണ എക്സാമൊക്കെ ഇച്ചിരി ടഫായിട്ടാണ് കുട്ടികൾ ഇതൊക്കെ എഴുതി കഴിഞ്ഞ് പറയാറുള്ളത്. അതിന് കാരണം വേറൊന്നുമല്ല, നമ്മളൊരു ഷോർട്ട് ടൈം സമയത്താണ് പഠിച്ച് തീരുന്നത്, പരിചയക്കുറവുണ്ട്. പിന്നെ മാക്സിമം ആഗ്രഹത്തിന് പുറത്ത് പഠിച്ചിട്ട് എക്സാം എഴുതി പോയാൽ എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. എന്നാലും നമുക്ക് ജയിക്കുക എന്നുള്ളത് എല്ലാവരും പരമപ്രധാനമായിട്ടുള്ള കാര്യമായിട്ട് എടുക്കണം. ഇനിയുള്ള സമയവും നാളെ രാവിലെ എല്ലാം ഇരുന്ന് പഠിക്കുക. നമുക്ക് 1 മാർക്കിനും 2 മാർക്കിനൊക്കെ ഒത്തിരി പേര് ഫെയിൽ ആവുന്നുണ്ട്. അപ്പൊ അത് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് പോലും കിട്ടുന്ന സമയം കളയാതിരിക്കുക, അത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലൂടെ കിടക്കാം, ഒട്ട് സമയം കളയണ്ട. ഇന്ന് നമ്മൾ ചെറിയ ചോദ്യങ്ങളും വലിയ ചോദ്യങ്ങളുമായിട്ടുള്ള ഒരു മിക്സഡ് ആയിട്ടാണ് തരുന്നത്. മാക്സിമം ഇത് കാണുന്നതിന് മക്കളെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കണം, അല്ല കണ്ടിട്ട് അങ്ങ് പോകരുത്. ഇത് നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് എഴുതാനുള്ളവരെയൊക്കെ അറിയാം, ഒന്ന് ഷെയറിങ് നടത്തുക. കാരണം അവർക്ക് ചിലപ്പോൾ ഇന്നത്തെ പ്രോബ്ലംസുകൾ ഒന്ന് കിട്ടിയാൽ ഒരു സന്തോഷമാണല്ലോ. സ്റ്റാർട്ട് ചെയ്യാം. A is a 2x2 matrix. What is meant by 2x2? 2 റോയും 2 കോളം. ഓക്കെ. ആൻഡ് ഡിറ്റർമിനന്റ് ഈക്വൽ ടു 4. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് 3a, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പൊ എ എന്ന് പറയുന്നത് എന്താണ്? 2 റോയും 2 കോളമുള്ള മെട്രിക്സ് ആണ്. ഡിറ്റർമിനന്റ് 4 ആണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് 3a. അപ്പൊ നമ്മുടെ ആൻസർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിറ്റർമിനന്റ് ഓഫ് 3a ഈക്വൽ ടു, ഇതിനൊരു ഫോർമുല ഉണ്ട്, ശ്രദ്ധിച്ചോണേ. ഡിറ്റർമിനന്റ് ഓഫ് 3a എന്ന് പറഞ്ഞാൽ ഈ 3 പുറത്തു വരും, ബാക്കി ഡിറ്റർമിനന്റ് ഇട്ടാൽ മതി. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ 3യുടെ പവറിൽ ഇവിടുത്തെ ഏത് ഓർഡർ ആകുമ്പോൾ 2/2 ഇല്ലയോ, ആ 2 ഇട്ടേക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ ഇത് 3/3 ആണെങ്കിൽ ഇവിടെ 3 ഇടണം, ഇത് 4/4 ആണെങ്കിൽ 4 ഇടണം. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ 3² ഇൻറ്റു ഡിറ്റർമിനന്റ്, 3² എത്ര മോനെ? 9. വാട്ട് ഈസ് ഡിറ്റർമിനന്റ്? 4. അപ്പൊ 9 ഇൻറ്റു 4 ആൻസർ ഈസ് 36. അത്രേ ഉള്ളൂ, പിന്നെ അല്ല. ഓക്കെ. ഇനി ഇന്റഗ്രൽ ടാൻ എക്സ്, ഇതൊന്നും ആരും പഠിച്ചിട്ടില്ല, പക്ഷെ എക്സാമിന് ഇങ്ങനെ 1 മാർക്കിന് ചോദിക്കും. ഇന്റഗ്രൽ ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ ലോഗ് സീക്ക് എക്സ് എന്നാണ് കേട്ടോ, ലോഗ് സീക്ക് എക്സ് പ്ലസ് എ. ഇന്റഗ്രൽ ടാൻ എക്സ് ലോഗ് സീക്ക് എക്സ് ആണ്. ഇന്റഗ്രൽ കോട്ടെക്സ് ലോഗ് സൈൻ എക്സ് ആണ് കേട്ടോ. ടാൻ എക്സിന്റെ ആണെങ്കിൽ ലോഗ് സീക്ക് എക്സ്, ഇത് കോട്ടെക്സ് ആണെങ്കിൽ ലോഗ് സൈൻ എക്സ്, ലോഗ് സൈൻ എക്സ്. ഓക്കെ. ഇനി മറ്റൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇന്റഗ്രൽ ഫോം ആണ് 1/1 + x². ചിലപ്പോൾ ഈ 1 മാറിയിട്ട് ഡി എക്സ് ഇവിടെ ആയിരിക്കത്തില്ല, ഇവിടെ ആയിരിക്കും കേട്ടോ, ഇങ്ങനെ ആയിരിക്കും. അപ്പോഴത്തേക്ക് മറന്നുപോലെ dx എന്ന് പറഞ്ഞാൽ dx അങ്ങോട്ട് മാറ്റി എഴുതി കഴിഞ്ഞാൽ ഇതാരായി? 1/. 1/1 + x² എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ ആരാ മോനെ? ടാൻ ഇൻവേഴ്സ് x + c എന്നാണ്. ഓക്കെ. ടാൻ ഇൻവേഴ്സ് x + c. ഇനി മറ്റൊന്ന് നോക്കിക്കേ, d/dx ഓഫ് സൈൻ ഇൻവേഴ്സ് x + കോസ് ഇൻവേഴ്സ് x. സൈൻ ഇൻവേഴ്സ് x + കോസ് ഇൻവേഴ്സ് x ഡെറിവേറ്റീവ് ചോദിച്ചാൽ മോനെ ഇത് രണ്ടും കൂടി ഒരുമിച്ച് വന്നിട്ടുള്ളത് കൊണ്ട് ഇതൊരു മറ്റൊരു ഫോമിലോട്ട് മാറ്റാം. ഇത്രയിന് പകരം π/2 എന്ന് എഴുതാം. ഓക്കെ. ഇങ്ങനെ സൈൻ ഇൻവേഴ്സ് x + കോസ് ഇൻവേഴ്സ് x എന്ന് കണ്ടാൽ π/2 ആണ്. അപ്പൊ d/dx ഓഫ് സൈൻ ഇൻവേഴ്സ് x + കോസ് ഇൻവേഴ്സ് x എന്ന് കണ്ടാൽ d/dx ഓഫ് π/2. π/2 is a constant, therefore derivative is 0. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ ആണല്ലോ, ആൻസർ 0. നെക്സ്റ്റ്, ഫൈൻഡ് d/dx when y² = 4ax. ദിസ് ഈസ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. ഒരു ഇക്വേഷൻ മാതിരി തന്നിട്ട് d/dx കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇംപ്ലിസിറ്റ് ആണ് കേട്ടോ. ഇംപ്ലിസിറ്റ് ഇക്വേഷനെ നമ്മൾ ചെയ്യുന്നത് എല്ലാം ശ്രദ്ധിക്കുക. y² = 4ax, അവിടെ നമ്മൾ ഡിഫറൻഷിയേറ്റിംഗ് എന്നങ്ങോട്ട് എഴുതണം. Then what is the derivative of y²? That is in the form of x². What is the derivative of x²? 2x. y² 2y. അത്രേ ഉള്ളൂ കേട്ടോ. y² ഡെറിവേറ്റീവ് എത്ര? 2y. പക്ഷേ y ആയതുകൊണ്ട് ഇവനെ എഴുതണം ഇൻറ്റു d/dx കേട്ടോ. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എത്ര മോനെ? cos x. അപ്പൊ സൈൻ y ഡെറിവേറ്റീവ് എത്ര? cos y ഇൻറ്റു d/dx. അത്രേ ഉള്ളൂ. സൈൻ എക്സിൻ്റെത് cos x ആണെങ്കിൽ സൈൻ വൈയുടേത് cos y ഇൻറ്റു d/dx. ഓക്കെ. ഈക്വൽ ടു 4ax ഡെറിവേറ്റീവ്. നമുക്ക് എല്ലാവർക്കും അറിയാം എക്സിന്റെ ഡെറിവേറ്റീവ് എത്ര മോനെ? 1 ആണ്. അപ്പൊ 4ax ഡെറിവേറ്റീവ് വരുമ്പോൾ ഈ 4a × 1 അത്രേ ഉള്ളൂ. ഓക്കെ. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ ഈസി ആയിട്ട് തോന്നും, പക്ഷെ തന്നെ ആലോചിക്കാൻ ശ്രമിച്ചാൽ ഇതൊന്നും വരത്തുമില്ല അല്ലേ. അത് കോൺഫിഡൻസ് കുറവാണ്, വേറെ ഒന്നുമല്ല, പരിചയക്കുറവെന്ന് പറയും, അത്രേ ഉള്ളൂ. അപ്പോൾ 4axൻ്റെത് 4a എഴുതി, എക്സിന്റെ ഡെറിവേറ്റീവ് 1, 4a × 1 4a. അപ്പൊ നമുക്ക് 4a എന്ന് എഴുതാമല്ലോ. നമുക്ക് വേണ്ടത് ആരാ മോനെ? dy/dx അല്ലയോ. therefore dy/dx equal to this 4a
മണ്ടയ്ക്ക് എഴുതുക, ഈ 2y താഴെ എഴുതുക. ഓക്കെ, അപ്പൊ ഈ 2 കൊണ്ട് 4നെ കട്ട് ചെയ്ത 2 കിട്ടും. ആൻസർ ആരെ കിട്ടി? 2a/y. ഇതാണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. അതുപോലെ അടുത്ത 5 ചോദ്യങ്ങൾ നന്നായിട്ട് പഠിച്ചോണം. എഫ് ഈസ് ഈക്വൽ ടു, എഫ് മീൻസ് എഫ് ഓഫ് എക്സ് ഫംഗ്ഷൻ ആണ് 13253749. അങ്ങനെയാണെങ്കിൽ എഫ് ഇൻവേഴ്സ് പവറില -1 കണ്ടവനെ എഫ് ഇൻവേഴ്സ് എന്നാണ്. ഇതിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷനെ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാ. 13 ഉണ്ടോ, ചുമ്മാ തിരിച്ചിട്ടാൽ മതി. 31 25 52 അത്രേ ഉള്ളൂ. അടുത്തത് 37 73 49 94 അത്രേ ഉള്ളൂ കേട്ടോ. ഇതാണ് എഫ് ഇൻവേഴ്സ്. നെക്സ്റ്റ് എഫ് ഓഫ് എക്സ് ടാൻ എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ലോഗ് എക്സ്, ദെൻ എഫ് കോമ്പോസിഷൻ ജി. എഫ് കോമ്പോസിഷൻ ജി ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്നാണ് വരുന്നത്. ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ്. ഇങ്ങനെയാണ് എന്റെ ഫോർമുല. ഓക്കെ, എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ്. ദാറ്റ് ഈസ് എഫ് ഓഫ് ജി ഓഫ് എക്സിന് പകരം ഈ ലോഗ് എക്സ് കൊടുക്കണം. ലോഗ് എക്സ്. അപ്പൊ എന്തായി? എഫ് ഓഫ് ലോഗ് എക്സ് എന്നായി. ഒന്നുകൂടെ പറയാം, എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ് ഫോർമുല. ഈ ജി ഓഫ് എക്സിന് വരെ ഈ ജി ഓഫ് എക്സിന്റെ വാല്യൂ ആയ ലോഗ് എക്സ് ഇവിടെ എഴുതണം. അപ്പൊ എഫ് ഓഫ് ലോഗ് എക്സ് എന്നായി. എഫ് ഓഫ് ലോഗ് എക്സ് എന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് ആരാ മോനെ? ടാൻ എക്സ് അല്ലയോ? ആണല്ലോ. ടാൻ എക്സിനുള്ളിലെ ഈ എക്സിനെ അങ്ങോട്ട് ഒരു ബോക്സ് ഇട്ടിട്ട് അതിനങ്ങ് തുടച്ചു കളയുക. എന്നിട്ട് ഈ ബ്രാക്കറ്റ് കിടക്കുന്ന ആളെ അവിടോട്ട് എഴുതുക. ആൻസർ ആയി ടാൻ ഓഫ് ലോഗ് എക്സ്. അത്രേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെയാണ് എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. 1 മാർക്കോ 2 മാർക്കോ എളുപ്പം കിട്ടുന്നതാണ്. ഓർഡർ ഡിഗ്രിയും. ഓർഡർ ചോദിച്ചാൽ നിങ്ങൾ നോക്കണം, ഇവിടെ നോക്കി ഡെറിവേറ്റീവ് കാണുന്നു. ഇവിടെ ഉണ്ട് അല്ലേ? വേറെ ഒന്നുമില്ലല്ലോ. ഇത് dy/dx ആ. ഇത് d²y/dx² ആ. ഓ, 2 എണ്ണം. അതാ ഓർഡർ. ഓക്കെ, d² ഉണ്ട്. ഇത് dy/dx ഉള്ളൂ. നമ്മൾ എപ്പോഴും എഴുതാം dy. ഇതൊന്നും ഇല്ല പിന്നെ d². അതുകൊണ്ട് ഓർഡർ 2 ആണ് കേട്ടോ. ഇതാണ് ഇത് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ചാണ് ഓർഡർ കൂടുന്നത്. ഡിഗ്രി എഴുതാന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഡറിനെ ഇപ്പൊ നോക്കി എഴുതുന്നത് ഇവിടുന്നാണോ ഇവിടുന്നായിരുന്നോ? എവിടുന്നായിരുന്നു? ഇവിടുന്ന് അല്ലേ? അതിന്റെ ഹോൾ പവർ. ആരും ഇല്ലെങ്കിൽ അതിന്റെ പവർ എത്ര മോനെ? 1. ദാറ്റ് ഈസ് ഡിഗ്രി ഈസ് ഈക്വൽ എത്രയാണ്? 1. ഇപ്പൊ ഇവിടെ ഡിഗ്രി ഇപ്പൊ ഇവിടെ ഒരു 5 എന്നുണ്ടായിരുന്നെങ്കിൽ ഡിഗ്രി 5 വന്നേനെ. ആരും ഇല്ലാത്തതുകൊണ്ട് അവിടെ 1 എന്നാണ് കരുതി ആ 1 എഴുതുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഫൈൻഡ് എക്സ് ഇഫ് ദിസ് ഡിറ്റർമിനന്റ് ഈക്വൽ ടു ദിസ് ഡിറ്റർമിനന്റ്. ഈ 2 ഡിറ്റർമിനന്റും ഈക്വൽ ആകാൻ എക്സ് ആരായിരിക്കണം? അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഡിറ്റർമിനന്റ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇതിന്റെ പ്രോഡക്റ്റ് 3 × x എത്ര മോനെ? 3x മൈനസ് -1 × -2. ഇവിടെ 3 × 5 15 മൈനസ് എത്ര വരും? 3. ഓക്കെ ആണല്ലോ. അവിടെ നിന്ന് 3x + 2 ഈക്വൽ എത്ര കിട്ടും? 12. 15 × 3 പോയാൽ 12. അതായത് 3x = 12 എഴുതി ഈ +2 ആ നമ്പറിനോട് എത്തുമ്പോൾ -2 ആവും. അത് എത്ര കിട്ടും മോനെ? 10. 3x 10 ആണെങ്കിൽ എക്സിന്റെ വില എത്ര മോനെ? 10/3. തീർന്നു. അത്രേ ഉള്ളൂ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഒക്കെ എപ്പോഴും എക്സാമിന് വരും. അപ്പൊ ഇതിന്റെ പ്രോഡക്റ്റ് മൈനസ് ഇതിന്റെ പ്രോഡക്റ്റ്, ഇതിന്റെ പ്രോഡക്റ്റ് മൈനസ് ഇതിന്റെ പ്രോഡക്റ്റ്, അത്രേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് ഫൈൻഡ് ദ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എ വെക്ടർ. ഇതിന്റെ ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കാൻ. അപ്പൊ ഡയറക്ഷൻ കൊസൈൻ L ഉണ്ട്, M ഉണ്ട്, N ഉണ്ട്, 3 പേരുണ്ട് കേട്ടോ. ഫസ്റ്റ് ഡയറക്ഷൻ കൊസൈൻ L എന്ന് പറഞ്ഞാൽ അതിനെ ഇങ്ങനെ എഴുതും, കോസ് ആൽഫ. അന്ന് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, L എന്നെങ്കിലും എഴുതിയാൽ മതി കേട്ടോ. ഇവിടുത്തെ ഫസ്റ്റ് നമ്പർ എത്ര? 3/√of ഈ 3യുടെ സ്ക്വയർ 9 പ്ലസ് മൈനസിനെ കണ്ടുകൊണ്ട് മൈനസ് 2ന്റെ സ്ക്വയർ 4 പ്ലസ് 36 കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഡയറക്ഷൻ കൊസൈനായി L കണ്ടുപിടിക്കാൻ ഫസ്റ്റ് നമ്പർ ബൈ 3 എന്നിട്ട് ഇതിന്റെ സ്ക്വയർ എല്ലാം പ്ലസ് ഇട്ടങ്ങ് സ്ക്വയർ ചെയ്ത് പ്ലസ് ഇട്ടാണ് സ്ക്വയർ ചെയ്ത് കേട്ടോ. ആൻസർ 3/36 4 40 49 49 കറക്റ്റ് നമ്പർ, റൂട്ടുള്ള നമ്പർ. 49ന്റെ റൂട്ട് 7. ആൻസർ 3/7. അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെയാണ് M കണ്ടുപിടിക്കാൻ രണ്ടാമത്തെ ഡയറക്ഷൻ കൊസൈൻ M = cos β എന്നാ. ഇവിടുത്തെ രണ്ടാമത്തെ നമ്പർ എത്ര? -2/7. അത്രേ ഉള്ളൂ.
ഇനി മൂന്നാമത്തെ n കണ്ടുപിടിക്കാൻ കോസ് ഗാമ എന്നാ. മൂന്നാമത്തെ നമ്പർ എടുത്താൽ മനെ 6 അല്ലയോ, 6/7. എല്ലാവരുടെ 7 ആയിരിക്കും, എപ്പോഴും സെയിം ആയിരിക്കും. ഇത്രേ ഉള്ളൂ. എന്ത് എളുപ്പം അല്ലേ? പക്ഷെ ഇതൊക്കെ എളുപ്പമായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് നിങ്ങൾ അറിയുന്നത്. അതുകൊണ്ടാണ് പറ്റിപ്പോയത്. നേരത്തെ ആണെങ്കിൽ ഓക്കെ ആയിരുന്നു. അവൾ നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ഒത്തിരി കുട്ടികൾ ജോയിൻ ചെയ്ത് പഠിക്കുന്നുണ്ട്. മാക്സിമം നമുക്ക് അവർക്കുള്ള എല്ലാ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഇനിയും നമുക്ക് പറ്റുവാണെങ്കിൽ ക്ലാസ് നിങ്ങൾക്ക് തരും. എല്ലാവരും ഇവനെ ഇങ്ങോട്ടിരുന്ന് പഠിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. ഇത് കഴിഞ്ഞുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടത് നമ്മുടെ ഈ ചാനലിൽ കൂടെ കിട്ടുകയും ചെയ്യും. അപ്പം എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.